ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് 2 ദിവസമായിട്ട് നമുക്കൊരു തെളിച്ചമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നട്ട മഞ്ഞളും ഇഞ്ചിയൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനൊന്ന് ചവറ് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൊന്നയുടെ ഒടിച്ച് ചവറ് വെക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കമൻസായിട്ടൊന്ന് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ ഈ ചെയ്യുമ്പോൾ നമ്മുടെ കറിവേപ്പിനൊക്കെ നല്ല ചോലയായിട്ട് നിൽക്കുക. അപ്പോൾ ഇതെന്തായാലും വെട്ടി മാറ്റി. നല്ല വളമുള്ള ഇതാട്ടോ. ചീമക്കൊന്നയൊക്കെ ചവറായിട്ട് വെക്കാൻ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ ചോല അത്യാവശ്യം പോയി. അപ്പോൾ ഓർഡറൊക്കെ കൂടി വരുമ്പോൾ വീഡിയോസിനൊക്കെ കുറച്ച് ബിലിയൊക്കെ വരും കേട്ടോ. എന്നാലും എല്ലാവരും ക്ഷമിച്ചപ്പോൾ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് ഇടണം. നെല്ല് കണ്ടല്ലോ. പ്ലാവിൻ്റെ ഇല, കൊന്നയില, അങ്ങനെയൊക്കെ നല്ല വളമുള്ളതാണ് കേട്ടോ. ഇതൊക്കെയാണ് ചവറ് വയ്ക്കാൻ, ഇഞ്ചിക്കും മഞ്ഞളിനും അതുപോലെ മറ്റുള്ളതിനൊക്കെ ചവറ് വയ്ക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. ഇത്തവണ മഴ കുറവാണെന്നൊക്കെ കേട്ടു. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. മഴ പെയ്യുമ്പോൾ കണ്ടൊന്നും പോവാണ്ടൊക്കെ ഇതിങ്ങനെ വെച്ച് കൊടുക്കും. നല്ല ചപ്പ്, വേറെ പള്ളയൊന്നും കയറില്ല. അതുപോലെ തന്നെ നല്ല വളമാവുകയും ചെയ്തോളും. ഇടവിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതായിട്ട് ഇത്രയായിട്ട് ഞാൻ എക്സ്ട്രാ വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ചാരണ്ട വെച്ച് കൊടുക്കുമ്പോൾ ചാര ഇട്ട് കൊടുക്കും. പിന്നെ നല്ല മഴയുള്ളപ്പോൾ കേട്ടോ. മഴയില്ലെങ്കിൽ ഇത് പോകും. മഞ്ഞളുടെ ഓലയൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ മഴയുണ്ടായിരുന്നല്ലോ, ഞാൻ ചാര ഇട്ട് കൊടുക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കൊന്നയുടെ ചാറ് വെച്ച് കൊടുക്കും. അപ്പോൾ വെള്ളയും കയറില്ല, നല്ല വളമായിട്ട് നിൽക്കുന്നത്. ഇത് മാത്രം മതിയിട്ട് നമ്മുടെ മഞ്ഞളൊക്കെ ആക്കിയെടുക്കാൻ. ഇഞ്ചിക്കാണെങ്കിൽ ഞാനിങ്ങനെ ചപ്പും വെച്ച് കൊടുക്കും. ഇടയ്ക്ക് ഇച്ചിരി ചാണകം, മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ചാണകം അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ വളപ്രയോഗങ്ങൾ.